എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂർ, നമ്മുടെ കരിപ്പൂർ മെയിൻ റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ മാറി നമുക്കൊരു 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ച ഒരു അതിമനോഹരമായ ഒരു വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നതെന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കഴിഞ്ഞ് കരിപ്പൂർ മെയിൻ റോഡ്, നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 200 മീറ്റർ മാറിയാണ് നമുക്ക് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീട് നിൽക്കുന്ന നമുക്ക് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് നമുക്ക് വീട് നിൽക്കുന്നത്. നമുക്ക് വില്ലയ്ക്കകത്ത് റോഡ് വരുന്നതിന് 5 മീറ്ററാണ് റോഡ് വരുന്നത്. നമുക്ക് ഈ റോഡ് ടാറിങ് നമുക്കൊരു 2 മാസത്തിനകത്ത് നമുക്ക് റോഡ് ടാറിങ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഏകപ്പെട്ട വീടുകളെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസമുണ്ട്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നമുക്കിവിടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയൊരു കാർ പാർക്ക് ചെയ്യാൻ പറ്റിയ വീടിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്ക് വീട് ചെയ്യുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്റർലോക്ക് വന്നിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഇന്റർലോക്കും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, ഒരു നമ്മുടെ നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ വുഡ് വന്നിട്ട് ഫ്രണ്ട് ഫുള്ളും പ്ലാവാണ്. നമുക്ക് ഈ വീട് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഒരു 10 കിലോമീറ്ററാണ് വരുന്നത്. ഇവിടുന്ന് എയർപോർട്ട് 13 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 82 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട്ടിൽ വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. നമുക്കിവിടെ 4 രണ്ടിൻ്റെ ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അപ്പോസി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു സോപാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ ഷൂ റാക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റൗട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് പ്ലാവാണ്, അത് ഫുൾ പോളിഷ്, നമ്മളെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ടൈലാണ് പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് അടുത്തൊരു നമുക്ക് ഹാളാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് TV യൂണിറ്റും നമ്മുടെ ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് തിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് സ്റ്റോറേജ്, നമുക്ക് നല്ല സ്റ്റോറേജ് കബോർഡിൽ വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്, നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാം ലൈറ്റും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഹാളിൽ നമുക്ക് 2 ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ 4 രണ്ടിൻ്റെ ടൈലാണ് വരുന്നത്. നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ TV യൂണിറ്റ് കഴിഞ്ഞ് വരുന്നത് നമുക്കൊരു ഡൈനിങ് സെക്ഷനാണ്. നമുക്ക് ഡൈനിങ് സെക്ഷൻ എന്ന് വെച്ചാൽ അതിവിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലോട്ടാണ് നമുക്ക് വാഷ് ബേസ് വരുന്നത്. അതിൽ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. നമ്മുടെ ഹാളിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന ഫുൾ മൾട്ടിവുഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വരുന്ന 11x13 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. നമുക്ക് 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമ്മുടെ ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്, കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് സെറയാണ്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ നമ്മൾ നല്ല ട്രെൻഡിങ്ങുള്ള ടൈലിംഗാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എക്സോസ്റ്റ് ഫാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് വലിയൊരു കിച്ചൺ, നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട് നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. കിച്ചണിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലെ 4 ചുവരിൽ നമുക്ക് വാൾട്ടയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് അഴുക്കും കാര്യങ്ങളും, നമ്മുടെ കിച്ചണിൽ അഴുക്കും കാര്യങ്ങളും ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് ഇതിൽ അഴുക്കായിരുന്നാൽ നമുക്ക് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ കിച്ചൺ സൈസ് വന്നിട്ട് നമുക്ക് 14x10 നമ്മുടെ കിച്ചൺ സൈസ് വരുന്നത്. അതുപോലെ നല്ല ഗ്രിപ്പുള്ള നല്ല വുഡിൻ്റെ ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്ത് ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. നമ്മുടെ വീട്ടിൻ്റെ 3 സൈഡ് നല്ല ഗ്രിപ്പുള്ള ടൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്ത് ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ നമുക്ക് നനകല്ലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് കത്തിക്കാനുള്ള ഒരു പോർഷനും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. അവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, നമ്മളെ സ്റ്റെയറിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന വുഡിലാണ്, നമ്മുടെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട്. നമുക്ക് ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്കിവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് 10x11 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇത് നമുക്ക് കിഡ്സിന് വേണ്ടിയുള്ള റൂമാണ്. അതുപോലെ നമുക്കിവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മൾട്ടിവുഡിലാണ് നമ്മുടെ കബോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കബോർഡ് നമുക്ക് ലോങ് ലൈഫാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമാണ് വരുന്നത്.
ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. നമുക്ക് ഈ വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഈ ബെഡ്റൂം കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വരുന്നത് 11x13 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയും കബോർഡ്, നമുക്ക് ഈ സ്ലാബിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെയും സ്റ്റോറേജ് വരുന്നുണ്ട് കബോർഡിൽ. അതേപോലെ നമ്മുടെ അകത്തെ കളറൊക്കെ ഉപയോഗിക്കുന്ന നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന നമുക്ക് സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് നാലാമത്തെ ബെഡ്റൂമാണ്. ഹാളിൽ നിന്ന് നമുക്ക് നാലാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്കിവിടെ ഫോർ സീലിംഗ്, നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 ബെഡ്റൂം നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നാൽ 16x11 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അകത്തെ ഡോറ് ഫുള്ളും നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് നമുക്ക് ബാൽക്കണിയാണ്. വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമ്മൾ അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഗ്ലാഡിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വുഡിൻ്റെ ടെയിലാണ് നമ്മൾ ഗ്ലാഡിങ് വർക്കിന് ഉപയോഗിക്കുന്നത്. നമ്മൾ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ പാളിൽ ജനൽ പാളിയൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് കൊത്തു വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണി നമുക്ക് സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമുക്ക് ഈ വില്ലക്കത്തുള്ള ഏകദേശപ്പെട്ട വീട്ടിലെല്ലാം നമുക്ക് ആൾതാമസമായിട്ടുണ്ട്. ഈ വില്ല നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ടെറസിലെ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് സെൻറ്ററിൽ നിന്നും നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്ററും നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്കൊരു 13 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചട്ടാവിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നമ്മുടെ കരിപ്പൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 200 മീറ്റർ മാറി നമുക്കൊരു വലിയൊരു വില്ലേക്ക് എത്തണം. നമുക്ക് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 വലിയ ബെഡ്റൂമാണ്. അതുപോലെ നമുക്ക് 4 വാഷ്റൂം വലിയ വാഷ്റൂമാണ് വരുന്നത്. നമുക്കിവിടെ കാർ പാർക്കിംഗ് വന്നിട്ട് നമ്മുടെ വീടിനോട് ചേർന്നൊരു കാർ പോർച്ച് വരുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റും. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു വലിയൊരു കാർ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കുടിവെള്ളത്തിന് വരുന്നതെന്ന് പറഞ്ഞാൽ കിണറും വരുന്നുണ്ട്, നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 82 ലക്ഷം രൂപ വേണ്ടി നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ലയായിട്ടാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.